ട്രേഡേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ശക്തമായിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലോട് കൂടിയിട്ട് ഈ ഒരു ആഴ്ച ക്ലോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ബിറ്റ്കോയിൻ്റെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ ഏകദേശം ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. ഒരു 16 മണിക്കൂറുകൾ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ക്യാൻഡിൽ വളരെ ശക്തമായിട്ടുള്ള വളരെയധികം സെല്ലിംഗ് മൊമെൻറ്റം, സെല്ലിംഗ് പ്രഷർ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ക്യാൻഡിലാണ് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു 9 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ട് 10ാമത്തെ ആഴ്ച ഒരു ഗ്രീൻ ക്യാൻഡിൽ, വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സെല്ലിംഗ് പ്രഷർ കൂടുതലായിട്ടുണ്ട്, സെല്ലേഴ്സ് തന്നെയാണ് അവിടെ ഇപ്പോഴും ആധിപത്യം നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും സംഭവിച്ചിരിക്കുകയാണ്. പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വന്നിരിക്കുകയാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലോട് കൂടിയിട്ട് ബിറ്റ്കോയിൻ വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഇനി ഏതൊക്കെ രീതിയിലാണ് ബിറ്റ്കോയിനിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞ പോലെ തന്നെ അതേ രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേൺ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പാരലൽ ചാനൽ നമുക്ക് ഇവിടെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു പാരലൽ ചാനൽ വരയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ സംഭവിച്ച പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന്, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ സംഭവിക്കുകയും ദെൻ പ്രൈസ് താഴേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു റിജക്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷമാണ് പ്രൈസ് താഴേക്ക് വന്നിട്ടുള്ളത്. ആൻഡ് അങ്ങനെ ഒരു റിജക്ഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനലും ഇവിടെ വരയ്ക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനൽ നമുക്കിവിടെ വരയ്ക്കാനായിട്ട് സാധിക്കും. ഈ പാരലൽ ചാനൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പിന്നീട് ഒരു ക്രാഷ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു പാരലൽ ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു ക്രാഷ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺസ് നമുക്ക് വീണ്ടും ഇവിടെ കിട്ടുകയാണ്. അതായത് ഈ ഒരു ട്രെൻഡിൽ തന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ചാർട്ട് പാറ്റേൺ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരു ഡൗൺ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. ഞാനിവിടെ ബോളിഞ്ചർ ബാൻഡ് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ബോളിഞ്ചർ ബാൻഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഈ ബാൻഡുകൾ തമ്മിലുള്ള വിഡ്ത്ത് വളരെയധികം കുറഞ്ഞു വരുന്നത് കാണാനായിട്ട് പറ്റും. നമുക്കറിയാം ബാൻഡുകൾ തമ്മിലുള്ള വിഡ്ത്ത് കുറഞ്ഞു വരുമ്പോൾ അവിടെ വോളറ്റിലിറ്റി വളരെ കുറവാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ബാൻഡുകൾ ഈ രീതിയിൽ വിഡ്ത്ത് കുറഞ്ഞ് കുറച്ചൊന്ന് സഞ്ചരിച്ചതിന് ശേഷം, കുറച്ചൊന്ന് മൂവ് ചെയ്തതിന് ശേഷം പിന്നീട് വളരെ വലിയ രീതിയിലുള്ള ഒരു വോളറ്റിലിറ്റി ആയിരിക്കും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. അതായത് ഏത് ഡയറക്ഷനിലേക്കാണോ നമുക്ക് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണോ നമുക്ക് ബോളിഞ്ചർ ബാൻഡിലെ ആ ഒരു അപ്പർ ബാൻഡിലോ ലോവർ ബാൻഡിലോ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്, ആ ഒരു ഡയറക്ഷനിലേക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ബോളിഞ്ചർ ബാൻഡ് ഈ രീതിയിൽ വളരെയധികം ഒന്ന് സ്ക്യൂസ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം വളരെ ശക്തമായിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് ഇൻസിഡൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ബോളിഞ്ചർ ബാൻഡിൻ്റെ വിഡ്ത്ത് വളരെയധികം കുറഞ്ഞ് പോകുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, മുകളിലോട്ടായാലും താഴോട്ടായാലും വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ്രൈസ് താഴേക്കാണ് ഒരു ബ്രേക്ക് ഔട്ടിന് തയ്യാറെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ ബോളിഞ്ചർ ബാൻഡ് വെച്ചുകൊണ്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് ഞാൻ വീണ്ടും വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ബോളിഞ്ചർ ബാൻഡ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിടുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 2018 ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള ഈ ഒരു 18K മുതൽ ഈ ഒരു 20K വരെയുള്ള ആ ഒരു ഏരിയയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരുമെന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. മുൻപുള്ള വീഡിയോകളിലെല്ലാം തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതുമാണ്. മാത്രമല്ല നമ്മൾ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് 0.62 എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ് നമ്മുടെ ഓൾ ടൈം ഹൈ, 2018 ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ആ ഒരു ലെവലായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പ്രൈസ് തീർച്ചയായിട്ടും ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പറയാവുന്നതാണ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ബിറ്റ്കോയിനിൽ നമുക്ക് ഇത്രയും വലിയ ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തേറിയത്തിൽ നമുക്ക് അതിനേക്കാൾ വളരെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ നേരെ എത്തേറിയത്തിൻ്റെ ചാർട്ടിലേക്ക് പോകുന്നുണ്ട്. എത്തേറിയത്തിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആൻഡ് എത്തേറിയത്തിൻ്റെ വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2018 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലാണ് എത്തേറിയം ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ബിറ്റ്കോയിൻ നമ്മൾ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് അവിടെ കാഴ്ചവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തേറിയവും അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെൻറ്റ് താഴോട്ട് കാഴ്ചവെക്കാനായിട്ട് സാധ്യതയുണ്ട്. മാത്രമല്ല നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ആണ്. ഇവിടെ ഒരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ വീണ്ടും ഒരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ആണ് നമുക്ക് എത്തേറിയത്തിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ നെക്ക് ലൈൻ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ നെക്ക് ലൈൻ വരുന്നത്. അപ്പോൾ ഈ ഒരു
ഈ ഒരു ഹെഡ് മുതൽ ഈ ഒരു നെക്ക് ലൈൻ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഒരു ഡിസ്റ്റൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിസ്റ്റൻസ് തന്നെ താഴേക്കും എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു $618 എതേറിയത്തിൻ്റെ പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് ബിറ്റ്കോയിൻ നല്ല രീതിയിലുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് കാഴ്ചവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എതേറിയത്തിലും അത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. അതൊരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു അപ് ട്രെൻഡിലായിരുന്നു എതേറിയം പോയിക്കൊണ്ടിരുന്നത്. ദെൻ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ രീതിയിൽ പ്രൈസ് ഇറങ്ങി വരാനായിട്ട്, താഴേക്ക് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകളും നമുക്ക് എതേറിയത്തിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബിറ്റ്കോയിനും എതേറിയവും ഈ രീതിയിൽ താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഓൾട്ട് കോയിൻസിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ടില്ലല്ലോ. വളരെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് ഓൾട്ട് കോയിൻസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ ടോപ്പ് 10 ഉണ്ടായിരുന്ന പല ഓൾട്ട് കോയിൻസും അടുത്ത ഒരു ബുൾ മാർക്കറ്റ് വരുമ്പോൾ, അടുത്തൊരു ബുൾ റൺ വരുമ്പോൾ ഈ ഒരു ടോപ്പ് 10 എന്ന് പറയുന്ന സ്ഥാനം നിലനിർത്തണം എന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും നമുക്ക് നിലവിൽ പറയാനായിട്ട് സാധിക്കില്ല. ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെയാണ് നമുക്ക് അവിടെയും കാണാനായിട്ട് സാധിക്കുക. മുൻ വർഷങ്ങളിൽ ടോപ്പ് 10 ഉണ്ടായിരുന്ന പല ഓൾട്ട് കോയിൻസും ഇപ്പോൾ ടോപ്പ് 20 പോലും ടോപ്പ് 50 പോലും ഇല്ലാത്ത ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഇപ്പോൾ ഓൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. ബിറ്റ്കോയിനിൽ മാത്രം ഇപ്പോൾ ഫോക്കസ് ചെയ്യുക. ബിറ്റ്കോയിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ ഓൾട്ട് കോയിൻസും ഇരിക്കുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടും എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.